ചേട്ടാ ഒരു ലിഫ്റ്റ് തരുമോ? ഞങ്ങൾ ചെറിയൊരു പരിപാടി, ഒരു തേങ്ങാ ചമ്മന്തി സെറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വാങ്ങിച്ച തേങ്ങ ശകലം ചമ്മന്തി കഴിച്ചിട്ടിങ്ങനെ ഒരു മിനിറ്റ് ഞാൻ സ്റ്റക്ക് ആയിരുന്നു. നമസ്കാരം എല്ലാവർക്കും, റോഡ് 66ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മള് യാത്രയില് ഞങ്ങൾ രണ്ടുപേരും മാത്രമായി, കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് യാത്ര ചെയ്യുകയാണ്. കാലൊക്കെ നീട്ടി വെച്ച് വിസ്തരിച്ച് യാത്ര ചെയ്യുകയാണ്. സംഗതി നമ്മളിപ്പോ ജോർഗട്ടിലാണുള്ളത്. നമ്മുടെ യാത്രയുടെ ഏതാണ്ട് 120 ദിവസമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ യാത്ര അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ സർവീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഡൽഹിയിൽ നമ്മൾ ഒരു സർവീസ് ചെയ്തായിരുന്നു. അത് ജസ്റ്റ് ജനറൽ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഡെറാഡൂൺ ലേയിലൊന്ന് ചെറിയൊരു സർവീസ് നടത്തിയായിരുന്നു. പക്ഷെ അത് കാര്യമായിട്ടൊന്നും ചെയ്തൊന്നുമില്ല. എയർ ഫിൽറ്റർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ല കൂരിയും വാളയും വരാലും ഒക്കെ കിടപ്പുണ്ട് റോഡിന്റെ സൈഡില്. അപ്പം എയർ ഫിൽറ്റർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ചെക്കപ്പ് ചെയ്ത് ഇറക്കി. അത് കഴിഞ്ഞ് ഡെറാഡൂണിൽ നമ്മളൊന്ന് കയറ്റി ഇറക്കി. അന്നേപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത്രമാത്രം നമ്മൾ ലേയിൽ പോയ വഴിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അമ്മാതിരി മോശം ടറൈനിൽ കൂടെ റോഡില്ല, മൊത്തം ടൈറ്റ്, സ്പിറ്റി ഇതെല്ലാം വളരെ മോശം റോഡുകളിൽ കൂടെയാണ് നമ്മൾ ആ റൂട്ടുകളെല്ലാം യാത്ര ചെയ്തത്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ സസ്പെൻഷൻ കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഡെറാഡൂണിലെ സർവീസ് സെന്ററിൽ അത് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു സർവീസ് സിലിഗുരിയിലേക്ക് സെറ്റ് ചെയ്തു. സിലിഗുരിയിൽ നമ്മൾ സ്പെയർ ആ കാര്യങ്ങളൊക്കെ അറേഞ്ച് ആവുന്നതിന് മുന്നേ നമ്മൾ സിലിഗുരി എത്തി. അന്നപ്പോഴത്തേക്കും നമ്മൾ ആ സർവീസ് ജോർഗട്ടിലേക്ക് മാറ്റി. ഹോൺബിൽ ഫെസ്റ്റിവൽ വന്നതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം അവിടെ നിന്ന് പരിപാടി ചെയ്തേനെ. നമ്മൾ അതെ ഹോൺബിൽ ഫെസ്റ്റിവൽ ഗുവാഹട്ടി വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ നിന്ന് പോയി എന്നുള്ളത് അറിയുന്നത്. ഇല്ലെങ്കിൽ സിലിഗുരിന്ന് അറിയുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അവിടെ നിന്ന് പണി ചെയ്യിപ്പിച്ചേനെയായിരുന്നു. അങ്ങനെ നമ്മൾ ജോർഗട്ടിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെ ജോർഗട്ടിൽ നമ്മൾ സർവീസിന് ഫസ്റ്റ് നമ്മൾ കുറെ സ്പെയറുകൾ ഓർഡർ ചെയ്തായിരുന്നു. ആ സ്പെയറുകൾ വന്നു. അന്നിപ്പോൾ സർവീസിന് ചെന്നപ്പോഴത്തേക്കിനാണ് കുറച്ച് സാധനങ്ങളൂടെ വേണമെന്ന് അവർ പറയുന്നത്. അങ്ങനെ നമ്മൾ അതും ഓർഡർ ചെയ്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ നാഗാലാൻഡ് കയറി. നാഗാലാൻഡിൽ ഒരു 10-20 ദിവസത്തിന് മുകളിൽ നാഗാലാൻഡിലെ വനവാസമായിരുന്നു. വനവാസത്തില് ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ അത്ര ദിവസം അവിടെ വെയിറ്റ് ചെയ്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്പെയർ വരാൻ വേണ്ടിയിട്ട് കൂടെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ സ്പെയർ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പം സർവീസിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജേഷ് നമ്മുടെ റൂമിലുണ്ട്. പിന്നെ വിപുലണ്ണം വരും നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട്. ഇപ്പൊ നമുക്ക് രാജേഷിനെ നിർത്തിയത് വെച്ചാൽ അവരുടെ വണ്ടിയുടെ പുറകിൽ കുറെ സാധനം പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മളെ പോലെ അവര് എടുത്തു വെക്കുന്ന പരിപാടിയൊന്നുമില്ല, വെച്ചത് അവിടെ ഇരിക്കും. ഇപ്പം അല്ല, ഇപ്പൊ രാജേഷൂടെ വന്നു കഴിഞ്ഞാലേ പിന്നെ നമ്മൾ തിരിച്ച് 4 പേര് വരണ്ടേ. അപ്പൊ അന്നേരം ടൈറ്റ് ആയിരിക്കും വണ്ടിയല്ലേ. അന്ന് ഡ്രോൺ എടുക്കാൻ പോയപ്പോ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെ അതിന്റെ ഇടയ്ക്ക് നാഗാലാൻഡ് വെച്ച് ഡ്രോൺ എടുക്കാൻ വേണ്ടി 6 കിലോമീറ്റർ ഒക്കെ ഓടിയ ഒരു സംഭവം ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് വഴി പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയി. ലെഫ്റ്റ് രാത്രി നല്ല മഴയായിരുന്നു. അപ്പം ഇന്നും ഒരു മൂടിക്കെട്ടിയ ക്ലൈമറ്റും ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ട്. എന്റെ പൊന്നു എമ്മാതിരി കൊതുകായിരുന്നറിയോ രാത്രിയില്. കൊതു കടിച്ചു. അയ്യോ, അറിഞ്ഞ പുറഞ്ഞ കുത്തിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. തല അകത്തോട്ട് ആമ വലിക്കുന്ന പോലെ വലിക്കും. ചൂടെടുക്കുമ്പോ പുറത്തോട്ട് ഇടും. അന്നേരം മൂക്കിന്റെ അറ്റത്ത്, കണ്ണിന്റെ പോളയില്, ചെവിയയില്, വിരളയിലൊക്കെ വന്നിട്ട് കടിച്ചിട്ട് പോയി. എമ്മാതിരി സൈക്കോ കൊതുകായിരുന്നറിയാമോ. എന്താണെന്ന് അറിയത്തില്ല. എന്നെ എങ്ങനെ കൊതുകൊന്നും കടിക്കത്തില്ല. അത് ഞാൻ അറിയാതാണോന്ന് അറിയത്തില്ല. ജോർഗട്ട് കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി ഒരു സിറ്റിയാണ്. നമ്മൾ താമസിക്കുന്ന വീട്ടിലെ ഹൗസ് ഓണർ ആണെങ്കിലും എല്ലാവരും കാമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. നമ്മളിങ്ങനെ ജോർഗട്ടിൽ കൂടെ ചക്രപാണി ഫോർഡ് ലക്ഷ്യമാക്കി നമ്മളുടെ ആനയും തെളിച്ചുകൊണ്ട് വരുന്നെന്നാണ് അവര് പറഞ്ഞത്. അതെ, ടേൺ ലെഫ്റ്റ്. ചേട്ടാ ഒരു ലിഫ്റ്റ് തരുമോ? നമ്മള് ജോർഗട്ടിൽ വന്നിട്ട് ഇപ്പൊ 4 ദിവസമായി. നമ്മുടെ വണ്ടിയുടെ പണി ഇതുവരെ കഴിഞ്ഞില്ല. അതിന്റെ ഇടയ്ക്ക് ഒരു ഹോളിഡേ ഉണ്ടായിരുന്നു, ഇൻഡിപെൻഡൻസ് ഡേ. അപ്പം അങ്ങനെ സംഗതി ഉണ്ടല്ലോ. ഇന്ന് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് അച്ചായനും രാജേഷും കൂടെ സേമിയ പായസം ഉണ്ടാക്കുക. മണാലിയിൽ വിട്ടതിന് ശേഷം നമ്മൾ പായസം ഉണ്ടാക്കിയിരുന്നില്ല.
അപ്പം ഇന്ന് പറഞ്ഞ രണ്ടുപേരും കൂടെ പായസം ഉണ്ടാക്കുന്നത്. രാവിലെ നമ്മൾ വണ്ടിയുടെ കാര്യമൊക്കെ നോക്കിയിട്ട് വന്നു. വണ്ടി ഒരു 2-3 മണിക്കൂറിനുള്ളിൽ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് പരിപാടി. ഞാൻ എന്തൊക്കെ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ പഴം മേടിച്ചിട്ടുണ്ട്, സേമിയ. അപ്പൊ ഇനി ഞാൻ പായസമായിട്ട് വന്നാ പോരെ? പായസമായിട്ട് വന്നാൽ നീ പായസമായിട്ടല്ല, നീ ഗ്ലാസുമായിട്ട് വന്നാൽ മതി. അവസ്ഥ രാവിലെ എന്തോ വെച്ചാ? രാവിലെ സുപ്രഭാതം. അല്ല, എന്തോ ഉണ്ടാക്കുന്നത്? രാവിലെ ഇന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്താകും നമ്മൾ അതിനെ പേരിട്ട് വിളിക്കാന്ന്. എന്നാലും ദോശയും ചമ്മന്തി, അല്ലെങ്കിൽ ഇഡ്ഡലിയും ചമ്മന്തി. ദോശയും ചമ്മന്തി എത്ര നാളുകൾക്ക് ശേഷം അല്ലേ? ചെറിയുള്ളി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചെറിയുള്ളി ആ സമയം കിട്ടാനില്ല കേട്ടോ. നോർത്ത് ഈസ്റ്റിൽ എവിടെയും കിട്ടാനില്ല. ഇവിടെ നൈസായിട്ടൊക്കെയാണ്. അപ്പം ഉള്ളത് വെച്ച് ഒരു തേങ്ങാ ചട്നിയും അതുപോലെ ദോശയും. അങ്ങനെ ആദ്യത്തെ ദോശ നമ്മുടെ ദോശക്കല്ലിനെ പുലുകിയിരിക്കുകയാണ്. ഇഡലി ഇവിടെ കുനുകുനുകുനുകുന്നാന്ന് പറഞ്ഞ് നമ്മുടെ പഴയ സ്റ്റീം എഞ്ചിനിൽ നിന്ന് ആവി വിടുന്ന പോലെ ആവി വിട്ടോണ്ടിരിക്കുന്നു. ടൈറ്റല്ലേ രാവിലെ തന്നെ? നമ്മൾ ആദ്യമായിട്ടാണ് ഈ സമയത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അല്ലേ? രാവിലെ നമ്മള് ആ ഇപ്പൊ നമ്മൾ മാത്രമല്ലല്ലോ, രണ്ടുപേരും കൂടെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ടൈറ്റ് നമ്മുടെ ഇഡലി റെഡിയായിട്ടുണ്ട്. ഇഡലി എടുക്കട്ടെ. കഴിക്കുന്ന തിരക്കിലെ വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു. സംഗതി അടിപൊളി ദോശയും ഇഡലിയും. എന്തായാലും വയറ് പറഞ്ഞു. അടിപൊളി ദോശ എന്ന് പറഞ്ഞു, അടിപൊളി ഇഡലി എന്തിനാ നീ പറഞ്ഞത്? പൊളിഞ്ഞു പോയില്ലേ അത്? അങ്ങനെ പറഞ്ഞു. അടിപൊളി ദോശ ഇഡലി. ദോശ അടിപൊളിയാ. ഇഡലി ചെറിയൊരു പാളിച്ച പറ്റി. ഇവിടെ തണുപ്പല്ലടാ, മാവ് അത്രയും പൊങ്ങത്തില്ല നമുക്ക്. ദോശ പിന്നെ അപ്പൊ ചുട്ടടിക്കുന്നതുകൊണ്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ബാക്കി പരിപാടികൾ സെറ്റ് ചെയ്യണം. സമ്മതി അടിപൊളി. അഞ്ജന മേനോട് കഴിക്കുന്ന കാണിച്ചുള്ളൂ. അഞ്ജന മേനോൻ മതി മതി. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി അടിപൊളിയാക്കി. ഇനി ചെറിയ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ പരിപാടി മൊത്തം കഴിയും. ബ്രേക്ക് ഓയിലൊന്ന് മാറ്റണം, അത്രേ ഉള്ളൂ. ബ്രേക്ക് ഓയിലും പോട്ടെ. എന്താ ഗിയർ ഓയിൽ വണ്ടി മൊത്തത്തിൽ അടിപൊളിയായല്ലോ ചായം. ടൈറ്റാണ്. നമ്മുടെ ആ ഡ്രൈവ് ഷാഫ്റ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതായിരുന്നു അതേലിപ്പം മാറി. പിന്നെ എന്താ പറയുന്നത്, ഇപ്പം അലൈൻമെന്റും സംഭവം സെറ്റായി, ടയർ മാറി. ഇപ്പോൾ നമ്മളിനിയിപ്പോൾ കിരുത്ത് കയറാൻ പോവാണ്. അപ്പം അവിടെ കട്ട ശോകമാണ്, അവിടുത്തെ ക്ലൈമറ്റ് മഞ്ഞ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ടയർ ശോകമായിരുന്നു. അത് രണ്ടും മാറി, 2 വിട്ടു. ബാക്കിലത്തെ ഓക്കെ ടൈറ്റാണ്. അപ്പോൾ അത് കാരണം സെറ്റാണ്. അപ്പം ഇവരാണ് നമ്മുടെ വണ്ടിയൊക്കെ റെഡിയാക്കി തന്ന ആളുകൾ. ചക്രപാണി ഫോർഡിന്റെ സാരഥികളാണ്. അങ്ങനെ നമ്മുടെ വണ്ടി കുറച്ച് ദിവസത്തിന് ശേഷം കൈ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താ പറയാ അച്ഛാ, സംഗതി ടൈറ്റ് ആയില്ലേ? ഫുൾ പവറാണ്. ഇത് പീറ്റർ ചേട്ടൻ, ഇദ്ദേഹമാണ് ഇവിടുത്തെ സർവീസ് അഡ്വൈസർ. ഇദ്ദേഹമാണ് നമ്മുടെ വണ്ടി കുട്ടപ്പനാക്കി കൈ തന്നത്. വണ്ടി മാത്രമല്ല, ഒത്തിരി പല സഹായങ്ങളുണ്ട്. ഇനിയും ഭാവിയിൽ നമ്മൾ പുള്ളിയെ കാണുന്നതായിരിക്കും. സ്ഥലങ്ങൾ കവർ ചെയ്യുന്നതിന്റെ തിരക്കില് പോയ സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയായിരുന്നു. ഇപ്പൊ സമയം കിട്ടിയപ്പോഴത്തേക്കിന് ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മളങ്ങനെ സർവീസ് സെന്ററിൽ ഇത് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുക കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. നമ്മുടെ വണ്ടി എല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി തന്നിട്ട്, പെട്ടെന്നല്ല 3 ദിവസം കൊണ്ട് റെഡിയാക്കി തന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പം വണ്ടി എടുത്തിട്ട് പോവാം. ഞങ്ങൾ ചെറിയൊരു പരിപാടി, ഒരു തേങ്ങാ ചമ്മന്തി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വാങ്ങിച്ച തേങ്ങ ശകലം പാളി. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഞങ്ങളുടെ പ്രശസ്ത വ്ളോഗറിനെയാണ് ഞങ്ങൾ തേങ്ങ വാങ്ങിച്ചത്. അപ്പം എന്തായാലും വാങ്ങിച്ച തേങ്ങ പാളി ഒരു ചെറിയ ഇതുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ തേങ്ങ ചുട്ടരച്ച് ചമ്മന്തി, ചോറും തേങ്ങാ ചമ്മന്തിയും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയുമാണ് ഞങ്ങളുടെ ഇന്നുള്ള അജണ്ടയിലുള്ള സാധനം. അപ്പം തേങ്ങ ചുട്ടരച്ച് തേങ്ങാ ചമ്മന്തി ആക്കാനുള്ള പരിപാടിയാണ്. അതിന് ഞങ്ങൾ തേങ്ങ ചൂടുകയാണ്. ഇപ്പം വേറെ പരിപാടി ശകലം ചെറിയ കനപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പം അത് കാരണം അതിന് ഇതേ ഉള്ളൊരു മാർഗം നമുക്കിപ്പോ. പായസം കാണിച്ചില്ലായിരുന്നു. പായസം കാണിക്കാൻ വേണ്ടിയുള്ളതൊന്നും ഇല്ലായിരുന്നു. അത് കാരണം നമ്മൾ കാണിച്ചില്ലെന്നേ ഉള്ളൂ. തേങ്ങയുടെ പരിപാടി നമ്മൾ ഇന്ന് ടൈറ്റ് ആക്കുവാണ് അല്ലേ? ചെറിയ പരിപാടിയാണ്.
അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡിന്നർ, ഗ്രാൻഡ് ഡിന്നർ, നല്ല ചമ്മന്തി, ഉരുളക്കിഴങ്ങ്. വെറും ചമ്മന്തിയല്ല, നല്ല വറ്റൽമുളക്, ഞങ്ങള് സ്മോക്ക് ചെയ്ത വറ്റൽമുളകിനെ ഞങ്ങള് വറുത്തിട്ട് തേങ്ങ ചുട്ടരച്ചിട്ട്, നമ്മുടെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി നമ്മുടെ നാട്ടിൽ പറയുന്നത്, ആ സാധനം നമ്മളിവിടെ തേങ്ങ ചുട്ടരച്ച് ചമ്മന്തി ഉണ്ടാക്കി കിടലൻ. ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി, കാച്ചിമോരും, നമ്മുടെ അഞ്ജന വിപുൽ, നമ്മുടെ അഞ്ജനയുടെ സ്വന്തം കാച്ചിമോരും, നമ്മുടെ വിനോദിന്റെ നല്ല ശതാവരി അച്ചാറും ലാസ്റ്റ് ബോട്ടിലാണ്. ഇതോടുകൂടി അച്ചാർ തീരുക. കിടക്കാച്ചി സെറ്റപ്പിൽ നമ്മൾ ഫുഡ് അടിക്കുകയാണ്. വലിയ മരുഭൂമിയിൽ മഴ പെയ്തോലെയാണ്. എന്നും അല്ല, ചമ്മന്തി എങ്ങനെയുണ്ട്? ഓ, ചമ്മന്തി കഴിച്ചിട്ട് ഇങ്ങനെ ഒരു മിനിറ്റ് ഞാൻ സ്റ്റക്ക് ആയിരുന്നു. മജുളി മിസ് ചെയ്തു കേട്ടോ. ഇത് പറഞ്ഞ ആർക്കും വിശ്വാസമല്ലേ എത്രത്തോളം രുചിണ്ടെന്ന്. അതല്ല, അത് വായിക്കാതെ ഇട്ടിട്ടേ മുഖത്തൊന്ന് വായിച്ചെടുക്കാൻ പറ്റും. അപ്പം കഴിച്ചിട്ട് ഞങ്ങള് ചീട്ട് കളിക്കാൻ പോവാം. അറിഞ്ഞ പറഞ്ഞു ചീട്ടുകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് കഴുതകളിൽ തുടങ്ങി അല്ലേ, നമ്മുടെ കഴുതയുണ്ടല്ലോ, നമ്മളെ കഴുത തുടങ്ങി. പിന്നെ 28 ഗുലാംപരിശ്, പിന്നെ അതായിരുന്നു. ഞങ്ങൾ അതിൽ നിന്ന് വീണ്ടും ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് 40 എന്ന് പറയും. അപ്പം ഞങ്ങൾ 40 കളിയിൽ എത്തി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു 2 റൗണ്ട് നമ്മൾ കളിയുണ്ട്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വരിയിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ സാധനം ഉണ്ടല്ലോ, ബെൽ ബട്ടൺ, ആ സാധനം അമക്കിയേക്കുക. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കമന്റുകൾ, വിമർശനങ്ങളാണെങ്കിലും എന്താണ് പോസിറ്റീവ് ആണെങ്കിലും കമന്റുകൾ അറിയിക്കാം. പിന്നെ ചില സമയത്ത് കമന്റിന് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് അവൻ്റെ അഹങ്കാരം കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടുമല്ല, അഹങ്കാരം കൊണ്ടാണ്. അത് നിങ്ങൾ ക്ഷമിക്കുക. ഇവൻ്റെ അഹങ്കാരം കൊണ്ട് അവൻ റിപ്ലൈ ചെയ്യാത്തതാണ്, നിങ്ങൾ ക്ഷമിക്കുക. അപ്പം ഞങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. അപ്പം അവൻ ചെയ്യും കേട്ടോ, ഒന്നും വിചാരിക്കില്ല. നെറ്റ്വർക്ക് ചതിച്ചില്ലെങ്കിൽ എല്ലാം സെറ്റാണ് നമുക്ക്. അതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് ദിവസമായിട്ടുള്ള നമ്മുടെ ജോർഗട്ടിലത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ. നാളെ നമ്മൾ ജോർഗട്ടിൽ തന്നെ ഉണ്ടാവും രാവിലെ കുറച്ച് സമയം. അതിനുശേഷം നമ്മൾ യാത്ര തുടരും. രാവിലെ തന്നെ യാത്ര തുടങ്ങും. അപ്പം അതൊക്കെയാണ്. അപ്പം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.